ഒരിക്കൽ കൂടി ഒരു സ്നേഹവന്ദനം പറയുവാൻ ദൈവം അവസരം തന്നു. നിഴലും പൊരുളും എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരു പുതിയ വിഷയവുമായിട്ട് കടന്നു വരികയാണ്. വളരെ സിമ്പിളായ ഒരു സബ്ജക്റ്റാണ്, എങ്കിലും പഠിക്കേണ്ടവർ ചിലർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുന്നത്. ആക്ച്വലി നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ്, അല്ലെങ്കിൽ സൺഡേയിലാണ്. ഇതിനെക്കുറിച്ച് അല്പമായ ചിന്തകളുള്ളവരും ഒരുപക്ഷെ ഇതൊരു തെറ്റായ ദിവസമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുമൊക്കെ ഇന്ന് ലോകത്തിലുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ പറയുന്നുണ്ട്, താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്ന് 7-ാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകലത്തിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. 7-ാം ദിവസത്തെ ശുദ്ധീകരിക്കുന്നു, വിശുദ്ധ ദിവസമായി പ്രഖ്യാപിക്കുന്നു. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത് എന്നുള്ള നിയമങ്ങൾ പിന്നെ നമുക്ക് ലേവ്യ പുസ്തകത്തിലും പല സ്ഥലങ്ങളായി ബൈബിളിൽ കാണാൻ കഴിയും. അങ്ങനെ ഇസ്രയേൽ ജനം ശാബത്ത് ദിവസം അല്ലെങ്കിൽ യോമിൽ ശബത്ത് എന്ന് പറയുന്ന ദിവസമാണ് അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. അറബിയിലും മറ്റും ഈ ആഴ്ചകളുടെ ദിവസങ്ങളെ പറയുന്നത് യോമിൽ അഹത്ത്, യോമിൽ ഇത്നൈൻ, യോമിൽ തലോത്ത, യോമിൽ അർബ, യോമിൽ ഖംസ, യോമിൽ സിത്ത, യോമിൽ സമത്ത്, ഇങ്ങനെ നമ്പേഴ്സായിട്ട് അവർ എണ്ണിയിരുന്നത്. അറബിയിൽ അത് നമ്പറിലാണ് പറയുന്നത്. ഇസ്രയേലിൻ്റെയും അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം എന്ന് പറയുന്നല്ലോ, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, യോമിൽ ശബത്ത് എന്ന് വെച്ചാൽ 7-ാം ദിവസം. ശബത്തെന്നും സബാത്തെന്നും ഒക്കെ ഇതിന് പ്രൊണൗൺസിയേഷൻ ഉണ്ട്. സബാത്തായിരിക്കും ശരി കുറച്ചുകൂടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇംഗ്ലീഷിലെ ദിവസങ്ങൾക്ക് വന്നിരിക്കുന്ന പേര് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സൺഡേ എന്ന് പറയുന്നത് സൂര്യദേവന്റെ ആരാധന ദിവസമായിരുന്നു എന്ന സൂര്യൻ ഭഗവാന്റെ ദിവസം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ സൺഡേ വർഷിപ്പ് സൂര്യ ഭഗവാന്റെ ആരാധന ദിവസത്തിൽ നിന്ന് ക്രിസ്മസ് ഒക്കെ കയറി വന്നതുപോലെ സെമീറാമിസിൽ നിന്നോ, തമ്മൂസിന്റെ ജന്മദിനമാണല്ലോ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്, അതുപോലെ കാണാൻ കയറി വന്നതാണോ? ഇങ്ങനെ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. അതുകൊണ്ട് യോമിൽ സബാത്ത് തന്നെയാണ് ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം, നമ്മൾ മലയാളത്തിൽ ശാബത്ത് ദിവസം എന്നതിന് പറയും, ആരാധിക്കേണ്ടതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു സംശയം ഒന്ന് എനിക്ക് കിട്ടിയ ബൈബിൾ വെളിച്ചത്തിൽ ഡിസ്കസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ പഠിക്കുവാനാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം എന്നുള്ള ബൈബിൾ വചനങ്ങൾ നമുക്ക് അനേക സ്ഥലങ്ങളിൽ കാണാം. അപ്പോസ്തലപ്രവൃത്തി 20:7 നമുക്ക് കാണാം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളിക മുറിയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. എന്താ അങ്ങനെ ഒരു പദം അവിടെ വന്നെന്നുള്ള എൻ്റെ ചിന്തയിലുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ക്ലാസ്സും എടുത്തിട്ടുണ്ട് പലയിടത്തും. ആ പദം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പദമാണ്. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. മറ്റു പലയിടത്തും ഇവർ മീറ്റിങ്ങൊക്കെ കൂടിയപ്പോഴും വളരെ വിളക്കുണ്ടായിരുന്ന ഒരു പദം വന്നിട്ടില്ല. അപ്പോൾ അതിനെന്തോ അർത്ഥമുണ്ടെന്നുള്ളത് എൻ്റെ പഠനത്തിൽ, എൻ്റെ ചിന്തയിൽ എനിക്ക് മനസ്സിലായി. അവിടെ യുക്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിക്കൽ ഇരുന്ന് ഗാഠനിദ്ര പിടിച്ചു. അദ്ദേഹം പാലത്തെ അധ്വാനം കൊണ്ടൊക്കെ ആയിരിക്കും. അതല്ലാതെ ചിലരൊക്കെ നമ്മുടെ ഇടയിലും അങ്ങനെയാണല്ലോ, വചനം കേട്ട് ആരാധനയ്ക്കൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഉറങ്ങാറുള്ളത്. പൗലോസ് വളരെ നേരം സംഭാഷിക്കയാൽ നിദ്രാവശ്യനായി 3-ാം തട്ടിൽ നിന്നും താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ആ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഏതാണ്ട് പാതിര വരെ പ്രസംഗം നീട്ടിയെന്നുള്ള ഒരു കാര്യം ഇവിടെ ഞാനൊന്ന് എടുത്ത് കാണിക്കുകയാണ്. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ചു പുറപ്പെട്ടു പോയി. അവരോട് സംഭാഷിച്ചു പാതിര വരെയും പ്രസംഗം നീട്ടി. അപ്പം ഈ പാതിര എന്നുള്ള പദം നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ മിഡ്നൈറ്റ്, ഒരു 12 മണി വരെയൊക്കെ ആണ് പ്രസംഗിച്ചു പോയത്. ആ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ ആഴമായി വചനം പറയുന്നു. അന്ന് എഴുതപ്പെട്ട വചനമില്ല. ഇവരെഴുതിയ കയ്യെഴുത്ത് പ്രതികളും തൗറാത്തും ഒക്കെ കൊണ്ടാണ്, അല്ലെങ്കിൽ പഴയ നിയമം കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ മറ്റും ഇവരെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ നിഴല് വായിച്ച് പൊരുൾ പറഞ്ഞു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഈ നിഴലും പൊരുളും ഒന്നും ആർക്കും വേണ്ടാത്തത്, ആർക്കും ദഹിക്കുന്നില്ല നിഴലും പൊരുളും. അന്ന് പൗലോസ് അപ്പോസ്തലൻ മുഴുവൻ തൗറാത്ത് വെച്ച് പഴയ നിയമം, സങ്കീർത്തനങ്ങൾ, അതുകൊണ്ടാണ് പലയിടത്തും ബൈബിളിൽ പലയിടത്തും അപ്പോസ്തല പ്രവൃത്തി 1 തൊട്ട് അങ്ങോട്ട് നോക്കിയാൽ പലയിടത്തും കോട്ടിങ് എടുത്താണ് പഠിപ്പിക്കുന്നത്. ആ കോട്ടിങ് പറഞ്ഞിട്ടാണ് അതങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്.
ഇവിടെ പൊരുളിൽ ഇങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു പൊരുളായി വന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ഉപദേശം എല്ലാം പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പാതിരാ വരെ പ്രസംഗം നീട്ടി. ഇവിടെ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്ക് ഒന്ന് നിന്നത്. പാതിരാ വരെ പ്രസംഗം നീട്ടി. അപ്പോൾ മിഡ് നൈറ്റ് വരെ ഏതാണ്ട് പ്രസംഗം നീണ്ടല്ലോ. അപ്പോഴാണ് യുക്തിക്കോസ് താഴെ വീണ് മരിച്ചവനായി കൊണ്ടുവരുന്നു. പൗലോസപ്പോസ്തലൻ പറയുന്നു, ഭയപ്പെടേണ്ട, അവൻ്റെ പ്രാണൻ ഉള്ളിൽ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ കയറി ചെന്നു. ഈ ഒരു സംഭവം നടക്കുമ്പം അവരെല്ലാവരും ഭ്രമിച്ചു. അവരെല്ലാവരും തൽക്കാലം മീറ്റിംഗ് ഒന്ന് നിർത്തേണ്ടി വന്നു. അവരെല്ലാവരും ഇറങ്ങിച്ചെല്ലുന്നു. അവരെല്ലാം കൂടി യുക്തിക്കോസിനെ എടുത്തുകൊണ്ട് വന്ന് വെള്ളം കുടയുന്നു, വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു, ഇതൊക്കെ കൊടുക്കുന്നു. അപ്പോൾ പൗലോസപ്പോസ്തലൻ ഇടയിലിട്ട് വന്നിട്ടാണ് പറയുന്നത്, പേടിക്കണ്ട, അവൻ മരിച്ചിട്ടില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അവനെ വിടുവിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. സോ അവിടെ ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ 2 അവറോ ഒക്കെ ടൈം ഇതിനു വേണ്ടി പോയിട്ടുണ്ട്. നീ എത്രയിലും ആട്ടെയാലും പാതിരാ വരെ പ്രസംഗം നീട്ടി. 11-ാം വാക്യത്തിൽ പിന്നെ അവൻ കയറി ചെന്നു, അപ്പം നുറുക്കി തിന്നു പുലരുവോളും സംഭാഷിച്ചു പുറപ്പെട്ടു പോയി. അപ്പോൾ പിന്നെയാണ് അവിടെ അപ്പം നുറുക്ക് ശുശ്രൂഷ നടക്കുന്നത്. അതിനെക്കുറിച്ച് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ അപ്പം നുറുക്ക് ശുശ്രൂഷ തിരുമേശ എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പറയട്ടെ. അന്ന് അവിടെ ശുശ്രൂഷ നടക്കുന്നത്, അല്ലെ തിരുമേശ നടക്കുന്നത് പാതിര കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ ഗീഗോറിയൻ കലണ്ടർ വെച്ചുള്ള കാൽക്കുലേഷൻ നോക്കിയാൽ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസമല്ല നടക്കുന്നത്, 2-ാം ദിവസം ഏർലി മോർണിംഗിലാണ്. കാരണം പാതിരാ വരെ പ്രസംഗം നീട്ടി. പ്രസംഗം കഴിഞ്ഞ് യുക്തിക്കോസ് വീണതും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കുറേ ടൈം പോയി. അത് കഴിഞ്ഞിട്ട് കയറി വന്നാണ് പരിശുദ്ധാത്മാവ് നിയോഗത്താൽ, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ തിരുമേശ ഒരുക്കി, അവർക്ക് തിരുമേശ അപ്പം മുറുക്കി, അവരതെല്ലാം ഭക്ഷിച്ച് അവിടുന്ന് പോകുന്നത്. ഇവിടെ ചിലർ പറയാറുണ്ട്, തിരുമേശ രാത്രിയിലേ എടുക്കാവൂ, പകലെടുക്കരുത്, രാത്രിയിലേ എടുക്കാവൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഓക്കെ, അത് പോട്ടെ. അവർക്ക് അങ്ങനെ ഇതിനൊരു ടൈം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലർ വാദിക്കുന്നതും പറയുന്നതും കേട്ടിട്ടുണ്ട്. ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ മനസ്സിലാക്കിയിരുന്നത്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ആചരിപ്പീൻ എന്നൊരു വാക്യമുണ്ടെന്നാണ് ഞാനും ധരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ബൈബിൾ വചനമില്ല. കൂടി വരുമ്പോഴൊക്കെയും എന്നൊരു പദമില്ല. അതുകൊണ്ട് ചിലർ മാസത്തിലെടുക്കുന്നു, ചിലരെല്ലാം ആഴ്ചയും എടുക്കുന്നു, ചിലരെ വർഷത്തിലൊരിക്കൽ കാലുകഴുകൽ ശുശ്രൂഷയോടുകൂടി എടുക്കുന്നു. അതിപ്പോഴത്തെ എൻ്റെ സബ്ജക്റ്റ് അല്ല. അത് ഞാൻ അവിടെ വിട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലനെ അപ്പം നുറുക്കുന്നത്. കൊരിന്ത്യലേഖനം 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും, 1-ാം നാൾ അതൊരു സ്പെഷ്യൽ ദിവസത്തിന് വേണ്ടി അല്ല കൊടുത്ത്, എല്ലാ ഞായറാഴ്ചയുമാണല്ലോ ആരാധനയ്ക്ക് വരുന്നത്. അപ്പോൾ ഇവർ കൂടി വരുന്ന, ഒരുമിച്ച് കാണുന്ന ദിവസം നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ള ചരിച്ച് തൻ്റെ പക്കൽ വെച്ചു കൊള്ളണം. അവരങ്ങനെ ആയിരുന്നു. അവർ കർത്താവിന് വേണ്ടി മാറ്റി അവരുടെ കയ്യിൽ തന്നെ വെക്കുകയായിരുന്നു. അല്ല, ട്രഷറിലൊന്നും അവർ കൊടുത്തില്ല അവിടെ. എന്നിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങളത് തരണം. അത് മനസ്സൊരുക്കമാണ്, അതാണ് തീരുമാനം. അവരത് മാറ്റി വയ്ക്കുന്നു. അവർ തന്നെ പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, റേഷൻ ഇല്ലെങ്കിലും, അരി ഇല്ലെങ്കിലും, പാലിന് കാശില്ലെങ്കിലും, മൊബൈലിനിടാൻ ചാർജ് ഇല്ലെങ്കിലും ഈ പൈസ അവരെടുക്കത്തില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നാൽ മതി. അത് തന്നെയല്ല, അവനവൻ്റെ കഴിവനുസരിച്ച്, അന്ന് ഈ ദശാംശമൊന്നും അവിടെ പറഞ്ഞില്ല, കഴിവുള്ളത് ചരതിച്ച്, എന്നുവെച്ചാൽ ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മാറ്റിവെച്ച്, അവനവൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അവിടെ ദശാംശമൊന്നും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ദശാംശത്തിൻ്റെ ഉപദേശം പഴയ നിയമത്തിലേ ഉള്ളൂ, പുതിയ നിയമത്തിലില്ല. അവനവൻ്റെ കഴിവെന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശമെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദശാംശം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിലുണ്ട്. അവിടെ വരുന്നത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ കാലഘട്ടം പഴയ നിയമകാലമായിരുന്നു. യേശു ക്രൂശിൽ മരിക്കുമ്പോഴാണ് പുതിയ നിയമം തുടങ്ങുന്നത്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിലാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഞങ്ങൾ ദശാംശം പിരിച്ചു എന്നോ ദശാംശം നിങ്ങൾ കൊണ്ടുവരണമെന്നൊരു വാക്യം പുതിയ നിയമത്തിലെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. യോഹന്നാൻ 20:9. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ യേശു മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിലാണ്. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു, കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. എന്നിട്ട് 9-ാം വാക്യം പറയുന്നു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല.
അവരറിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസികളുടെ അവരറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. യേശു എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അരികിൽ പോകുന്നു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ എത്രയോ പ്രാവശ്യം യേശു പറഞ്ഞു. അപ്പോഴറിയേണ്ടതായിരുന്നു, പക്ഷെ അവരറിഞ്ഞില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം കൂടെ നോക്കാം. ഇവിടെ വരുമ്പോൾ ബഹുവചനമാണ് പറയുന്നത്. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്തെ കല്ലറയ്ക്കത്തിൽ എത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നേറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. ഇനി അതിൻ്റെ 10-ാം വാക്യത്തിൽ അവർ ആരെന്നാൽ അവർ മഗ്ദലക്കാരത്തി മറിയയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും അമ്മ മറിയയും എന്നിവർ തന്നെ. അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് കഥ പോലെ തോന്നി, അവർ വിശ്വസിച്ചില്ല. അപ്പോഴുമുള്ള പ്രശ്നം എന്തായിരുന്നു? യേശു എത്രയോ പ്രാവശ്യം ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് ഇപ്പോൾ കഥ പോലെ തോന്നുക. കാരണം എന്താന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചില്ല. ഇപ്പം ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ട്. നല്ലൊരു ബൈബിൾ ക്ലാസ്സിന് പോയിട്ട് പിറ്റേ ആഴ്ച ചെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിശ്വാസികൾ പറയത്തില്ല, എന്നുവെച്ചാൽ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ 10-ാം വാക്യത്തിൽ അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയ, ഇങ്ങനെ 3 പേര് പോയതായിട്ടാണ് ലൂക്കോസ് എഴുതുന്നത്. തിയോഫിലോസിനെ ചരിത്രം ഒരല്പം പോലും തെറ്റാതെ മനസ്സിലാക്കണമെന്നുള്ള ചിന്തയിലാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതുന്നത്. യോഹന്നാൻ അവിടെ മഗ്ദലക്കാരത്തി മറിയ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ ദൈവത്വവും ലൂക്കോസിന്റെ സുവിശേഷം യേശുവിന്റെ മനുഷ്യത്വവും പ്രകടമാക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം ദാസത്വവും മത്തായിയുടെ സുവിശേഷം യേശുവിന്റെ രാജ്യത്വവും. അപ്പം ഇതിനകത്തൊക്കെ ചില എഴുത്തുകളിൽ തന്നെ വ്യത്യാസങ്ങൾ വരും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്താൽ വരും. പിന്നെ അവരുടെ ശൈലിയിൽ ചിലത് വരും. ശൈലിയിൽ വരുന്നതും പരിശുദ്ധാത്മാഹിതമല്ലാത്തതല്ല, പരിശുദ്ധാത്മാഹിതമാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം യോഹന്നാൻ പറഞ്ഞ സംഭവം ശരിയാണ്. അവർ 3 പേരാണ് പോയത്. പക്ഷേ യോഹന്നാൻ മഗ്ദലക്കാരത്തി മറിയെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പറയുമ്പോൾ ഇവിടെ ഈ ലൂക്കോസ് പോയ 3 പേരുടെയും പേര് ഇവിടെ എടുത്തു പറയുന്നു. ഓക്കെ, എനിഹൗ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മോർണിംഗിലായിരുന്നു എന്നുള്ളത് ഇവിടെ സ്പഷ്ടമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പല തെളിവുകളുമുണ്ട്. അതുതന്നെയല്ല, ബൈബിളിൽ വിശുദ്ധ അപ്പോസ്തലന്മാരെല്ലാം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലാണ് അപ്പം നുറുക്കുവാൻ കൂടുന്നത്. അപ്പോൾ ഇവിടെ എനിക്കൊരു സംശയമുള്ളത്, ശബത്ത് ആരാധന നടത്തുന്നവരല്ലേ അതിനെ അഡ്വൈസ് ചെയ്യുന്നവര് എന്താണ് പിന്നെ ശബത്ത് പറയാൻ കാര്യം? ശബത്ത് മാത്രമല്ലല്ലോ പഴയ നിയമത്തിൽ യഹോവയാം ദൈവം പറഞ്ഞേക്കുന്നത്. എന്തെല്ലാം ഉപദേശങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ കണക്കുകളൊക്കെ പറയാറുണ്ടല്ലോ. 248 നിയമങ്ങളെ, 365 ഉപദേശങ്ങളെ, 1521 ഉപനിയമങ്ങളൊക്കെ. ഇനി ഈ കണക്ക് വ്യത്യാസമുണ്ടെങ്കിൽ അതിന് നമുക്ക് ആർഗ്യുമെൻ്റ് ഒന്നും വേണ്ട. 1-2 കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത്രയും കൽപ്പനകളും നിയമങ്ങളും പഴയ നിയമത്തിൽ അല്ലെങ്കിൽ തൗറാത്തിൽ ഉള്ളപ്പം നമ്മൾ ഈ ശബത്ത് മാത്രം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പിടിക്കുന്നത്? ആയിക്കോട്ടെ, അതിനും കുഴപ്പമില്ല. ഇനി ഈ സൺഡേ വർഷിപ്പ് തന്നെയാണോ വന്നതെന്നുള്ളത് എനിക്ക് ഒരു കാലത്തൊരു ഡൗട്ടായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ദൈവവചന പഠനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നാണ് ഞാൻ ഈ പറയുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രധാന പെരുന്നാളുകളായിരുന്നല്ലോ പെന്തക്കോസ്ത് പെരുന്നാൾ. ആദ്യത്തെ അവരുടെ പെരുന്നാളായിരുന്നു പെസഹ പെരുന്നാൾ. 2-ാമത്തെ പെരുന്നാളായിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 3-ാമത്തെ പെരുന്നാൾ ആദ്യഫല പെരുന്നാൾ. 4-ാമത്തെ പെരുന്നാൾ പെന്തക്കോസ്ത് പെരുന്നാൾ. അപ്പോൾ ഈ പെന്തക്കോസ്ത് പെരുന്നാൾ വരുമ്പം ഇവിടെ ഒരു കണക്ക് പറയുന്നുണ്ട്. ലേവ്യപുസ്തകം 23:15 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശബത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയ്ക്കണം. അങ്ങനെ 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. അപ്പൊ പെസഹ പെരുന്നാളിന്റെ അന്ന് മുതൽ 50 ദിവസം കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഡേറ്റ് വരുന്നത്. ഇതിൻ്റെ പേരാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ 50-ാം എന്നുള്ള അർത്ഥമാണ്. പെന്തക്കോസിന് ഇവർ വാരോത്സവം എന്ന് പറയാൻ തുടങ്ങി. പിന്നെ നമുക്ക് പലയിടത്തും വാരോത്സവം എന്ന് പഴയ നിയമത്തിൽ ഇതിനെ കാണാൻ കഴിയും. നീരാജനത്തിന് കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 ശബത്ത്. അപ്പം ഈ ഒരാഴ്ചക്ക് 7 ദിവസമാണല്ലോ. അപ്പം 7 ശബത്ത് ദിവസം എടുക്കുമ്പോൾ 7 × 7 49 ദിവസം. 7-ാമത്തെ ശബത്തിന്റെ പിറ്റേ നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു
ഭോജനയാഗം അർപ്പിക്കണം. പെസഹ പെരുന്നാൾ വന്നു, അതിനുശേഷമാണ് ഇത് എണ്ണേണ്ടത്. അങ്ങനെ 7 ശബത്ത് വീണ്ടും എണ്ണുകയാണ്. 7 49 ദിവസം നമ്മൾ എണ്ണുന്നു. ശബത്ത് ഡേ വരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ക്ലിയറായിട്ട് ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു പ്രത്യേക ദിവസമായിട്ട്, വാരോത്സവമായിട്ട് ആഘോഷിക്കണം. യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. ആദ്യത്തെ പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആദ്യഫലക്കറ്റ കൊണ്ടുവരണം. ഈ ആദ്യഫലക്കറ്റ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അത് നെൽമണിയോ ഗോതമ്പ് മണിയായിട്ടാണ് വരുന്നത്. അതേസമയം പെന്തക്കോസ്ത് പെരുന്നാൾ വരുമ്പോൾ പുളിപ്പിച്ച 2 അപ്പം കൊണ്ടുവരണം. എന്താണ് ഈ പുളിപ്പിച്ച അപ്പത്തിൻ്റെ അർത്ഥം? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ പ്രയോജനമില്ല, ചത്തെങ്കിലേ പുതിയത് ജനിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഗോതമ്പ് മണിയെ കൊന്ന് അല്ലെങ്കിൽ ചത്ത് അതിൻ്റെ ആട്ട എടുത്തിട്ട് അതുകൊണ്ടാണ് 2 അപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവാണ് പറയുന്നത്, ബൈബിളിൽ നിന്ന് കാണുന്നതാണ് പറയുന്നത്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? അതോ ഈ ശബത്ത് പറയുന്നവർ പഴയ നിയമം മാത്രമേ എടുക്കുന്നുള്ളൂ, പുതിയ നിയമം എടുക്കത്തില്ലേ? അപ്പം ഈ പുതിയ നിയമം എടുക്കുന്നെങ്കിൽ പെന്തക്കോസ്ത് നാളിലല്ലേ പരിശുദ്ധാത്മാവ് വന്നത്? ഈ പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് സൺഡേ ആയിരുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, യോമിൽ അഹത്ത, യോമിൽ ഇത്രേൻ, യോമിൽ തലത്ത, യോമിൽ അർവ, യോമിൽ ഹംസ, യോമിൽ സിത്ത, യോമിൽ സബാത്ത്. ഈ യോമിൽ സബാത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച. അപ്പോൾ 49 ദിവസമാകുന്നു. 7 ശബാത്ത് ദിവസം എടുക്കുമ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം വരുമ്പോഴാണ് സൺഡേ ആകുക. ആ സൺഡേയിലാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വന്നത്. അല്ല ഇത് പൗലോസ് അപ്പോസ്തലനോ ആദിമകാലത്തെ സുന്നകദോസോ യാക്കോബ് എല്ലാം കൂടി യെരൂശലേമിൽ കൂടി തീരുമാനിച്ചതല്ല ഈ സൺഡേ. ദൈവമാണ് ഇതിനെ മാറ്റിയത്. ദൈവമാണ് യോമിൽ സബത്തിൽ നിന്നും യോമിൽ അഹത്തിലേക്ക് മാറ്റി. അങ്ങനെ ഇവിടെ പലതും നിഴല് പോലുള്ള യാഗം നടത്തണമായിരുന്നു. ഇപ്പൊ യാഗമുണ്ടോ? യാഗമായിട്ടല്ലല്ലോ ഇപ്പൊ വന്നേക്കുന്നത്. യാഗം യേശുക്രിസ്തുവിന്റെ യാഗമായിട്ട് മാറിയില്ലേ? ആരെങ്കിലും അവിടെ കൊണ്ട് തീ കത്തിക്കുകയോ യെരൂശലേമിൽ തീ കത്തിച്ച് യേശുവിനെ ചുട്ടുകരിച്ചോ? ഇല്ലല്ലോ. അതിന്റെ അർത്ഥവ്യത്യാസത്തിൽ പൊരുളായിട്ട് വന്നു. ശുദ്ധീകരണ തൊട്ടി, പരിശുദ്ധാത്മാവിന് നിഴൽ, സ്നാനത്തിന് നിഴൽ. അതോടെ ഇപ്പം തൊട്ടി വെച്ച് പലരും സ്നാനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ദൈവഹിതമല്ലെന്നും ദൈവവചനമല്ലെന്നും ആ തൊട്ടിയുടെ പൊരുളാണ് സ്നാനമെന്നും ആ സ്നാനത്തിന് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടണമെന്നും പുതിയ നിയമത്തിൽ എത്ര കൃത്യമായിട്ടാണ് വചനം തന്നിരിക്കുന്നത്. ധൂപപീഠം, ഇപ്പൊ ധൂപപീഠമില്ല. പണ്ടൊക്കെ ചില സഭകൾ കുറച്ചു നാളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പൊ ആരും വെക്കാറില്ല ധൂപപീഠം, വളരെ റേറെ ഉള്ളത്. അപ്പൊ ധൂപപീഠം എന്താ? പ്രാർത്ഥനയുടെ നിഴലായിട്ട് വന്നതാ. ധൂപപീഠത്തിന്റെ പൊരുളാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ഞങ്ങള് സൂമില് സമാഗമന കൂടാരത്തിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ ശനി ഞായർ സൂമില് ഈ അന്ത്യകാല യുദ്ധങ്ങളും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അതിൻ്റെ സൂം ലിങ്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ക്ലാസ്സിന് കയറാം. അത് മാത്രമല്ല, ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന്. സമാഗമന കൂടാരവും, ഒന്ന് അനുഭവങ്ങളും അർത്ഥങ്ങളും. അത് ഉപദേശ സത്യങ്ങളാണ്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട്, ക്രിസ്മസ് എങ്ങനെ വന്നു, ബർത്ത്ഡേ ആഘോഷിക്കാമോ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. 2 പുസ്തകങ്ങളുണ്ട്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇവിടെ 50-ാം ദിവസം അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അത് വന്നെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ? പുതിയ നിയമം അംഗീകരിക്കുന്ന എല്ലാവരും അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. യഹോവയാം ദൈവം ലേവ്യാം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ഉത്സവങ്ങളുടെ കണക്കിൽ വരുമ്പോൾ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ അതേ ദിവസമാണ് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് വന്ന് പുതിയ നിയമസഭയുടെ ഇനാഗുറേഷൻ നടത്തി തുടക്കമിട്ടെങ്കിൽ പിന്നെ നമ്മൾ ശബത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോവും? ഇത് സുന്നകദോസ് കൂടിയതോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ കൂടി തീരുമാനിച്ചോ ഡേറ്റ് അല്ല. ദൈവം പെന്തക്കോസ്ത് നാളിൽ അയച്ചു തന്നതാ. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇതിനകത്തൊരു തെറ്റില്ല. പക്ഷെ ഇവിടെ ഒരു സംശയം വരുവാൻ കാരണം, സൂര്യദേവന്റെ ആരാധന സൺഡേ എന്ന് പറഞ്ഞൊരു പഠിപ്പീരുണ്ട്. അത് കറക്റ്റുമാണ്. തമ്മൂസിൻ്റെ ആരാധനയാണ് ഈ സൺഡേയിലുള്ളത്. പക്ഷേ അന്ന് തന്നെ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നു.
അവർ സൺഡേ ചെയ്യുന്നവർ സൺഡേ ആരാധിച്ചോട്ടെ, എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തോടു കൂടി നിങ്ങളൊരു തുടക്കത്തോടു കൂടി വേണം. ഒരു പുതിയ തുടക്കമാണ്. ന്യൂമറിക്കൽ പഠനത്തിൽ സമാഗമന കൂടാരം പഠിപ്പിക്കുമ്പോൾ ബൈബിളിലെ മോസ്റ്റ്ലി സംഖ്യകളുടെ അർത്ഥം പഠിപ്പിക്കാറുണ്ട്. അതിൽ 8-ന്റെ അർത്ഥം നമ്മൾ പഠിപ്പിക്കാറുണ്ട്. 8 പുതിയ തുടക്കത്തെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരാഴ്ച 7 ദിവസവും നമുക്കറിയാമല്ലോ. 8-ാം ദിവസമാണ് അടുത്ത ഞായർ വരുന്നത്, സൺഡേ വരുന്നത്. അന്ന് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, ഗലാത്യ ലേഖനത്തിൽ കുറേ കാര്യങ്ങൾ ഈ ശബാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒരു വാക്യം ഒന്ന് വായിക്കാം. 3-ന്റെ 10-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴിലാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. പഴയ നിയമത്തിൽ ന്യായപ്രമാണവുമല്ല ഈ ഉപദേശം തുടക്കത്തിലേ ഉള്ളതെന്നിരിക്കട്ടെ. അപ്പോഴും ഉള്ള പ്രശ്നം ഞാൻ ചോദിച്ചാൽ, അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള പഴയ നിയമം ആചരിക്കണം മുഴുവൻ. അത് മുഴുവൻ ആചരിക്കുന്ന പിന്നെ ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല. കുറച്ച് പഴയ നിയമവും കുറച്ച് പുതിയ നിയമവും മിക്സായി, നിഴലും പൊരുളുമുണ്ട്. പഴയ നിയമത്തിലെ ഉപദേശം തന്നെയാണ് പുതിയ നിയമത്തിലും വന്നിരിക്കുന്നത്. അത് കഠിനമായിട്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ കർമാചാരങ്ങൾ വന്നിട്ടുള്ള ആരാധനാ ഉപദേശങ്ങൾ മാത്രം പൊരുളായിട്ട് വന്നു. എന്നുവെച്ചാൽ യാഗം യേശുവിൻ്റെ യാഗമായി, ശുദ്ധീകരണ തൊട്ടിയിലെ ശുദ്ധീകരണം സ്നാനമായി, പരിശുദ്ധാത്മാവിന് നിഴലായി. നിലവിളക്ക് വചനവും പരിശുദ്ധാത്മാവിനും നിഴലും പൊരുളുമായിട്ട് വരുന്നു. അതേസമയം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ശാപത്തിലാണ്. അതേസമയം ബാക്കി ന്യായപ്രമാണത്തിലെ നിയമങ്ങളെല്ലാം, വിവാഹം 2 പാടില്ല, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ ന്യായപ്രമാണത്തിലെ നിയമങ്ങളാണ്. അതിനെ യേശു കുറച്ചുകൂടെ കട്ടിയായിട്ട് തന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു 4-5 ന്യായപ്രമാണ കൽപ്പനകൾ എടുത്തവൻ. സ്ത്രീയെ വ്യഭിചാരം ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യൻ, അതേസമയം മോഹിക്കേണ്ടത് നോക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കഠിനമായിട്ടാണ് തരുന്നേ. അതുകൊണ്ടാണ് ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തു 4-5 കൽപ്പനകൾ എടുത്ത് കാണിക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് അപ്പോസ്തലന്മാർ ആരാധിച്ചതെല്ലാം. അത് വരുവാൻ കാര്യം അവരാരും എടുത്ത തീരുമാനമല്ലിത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഈ സൺഡേ ആരാധനയൊക്കെ പിന്നെ ഇങ്ങോട്ട് വരും. സെമീറാമിസും തമ്മൂസിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ് സൂര്യദേവൻ്റെ ആരാധന വരുന്നത്. അത് കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാൻ ഇരമ്യ പ്രവചനത്തിലെ വാക്യം എടുത്ത് കാണിച്ചു തന്നിരുന്നു. അത് കറക്റ്റാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ മുന്നമേ, ലോകസ്ഥാപനത്തിന് മുൻപേ, ഓരോബിലേക്ക് വിളിക്കുമ്പോഴേ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനെ കണ്ടിരുന്നുള്ള ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. സമാഗമന കൂടാരത്തിലെ വാതിൽമറയിലെ ഉയർത്തിപ്പിടിക്കുന്ന 4 തൂണുകൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആണെങ്കിൽ, സമാഗമന കൂടാരത്തിൻ്റെ ആദ്യത്തെ മറശീലയിൽ, കൂടാരത്തിൻ്റെ മറശീലയിൽ ഉയർത്തിപ്പിടിക്കുന്ന 5 തൂണുകളാണ്. അത് പുതിയ നിയമത്തിലെ 5 ലേഖനകർത്താക്കളാണ്. ഇതൊക്കെ ദൈവം മുന്നമേ കണ്ടു. അതൊക്കെ കഴിഞ്ഞാണ് സൂര്യദേവൻ്റെ ആരാധന വരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ ഇവർ കൊണ്ടൊന്നും പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല. അതിനൊക്കെ മർമ്മങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, നിഴലുകളുണ്ട്, പൊരുളുകളുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നാണ് സഭ തുടങ്ങിയത്. അത് ദൈവത്തിൻ്റെ സഭയാണ്. ദൈവമാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം പരിശുദ്ധാത്മാവിനെ ഇവിടെ അയച്ചത്. അന്നു തൊട്ട് അപ്പോസ്തലന്മാരും ആദ്യ വിശ്വാസികളും ഏതാണ്ട് AD 30 മുതൽ 66 വരെയുള്ള ചരിത്രമായി ഏകദേശം ബൈബിളിലുള്ളത്. ആ കാലഘട്ടത്തിലെല്ലാം അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്. പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവ് വന്നത്. ഈ പെന്തക്കോസ്ത് നാൾ പെസഹ പെരുന്നാൾ തൊട്ട് 50 ദിവസം എണ്ണി 50-ാമത്തെ ദിവസം 49 ദിവസം വരുമ്പോൾ 7 അത് സബാത്താകും. അത് കഴിഞ്ഞ് 50-ാമത്തെ ദിവസമാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, നമ്മുടെ ഇംഗ്ലീഷ് പേരിൽ പറഞ്ഞ സൺഡേ. ആ സൺഡേയിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് ആരാധന തുടങ്ങി. അതുകൊണ്ട് ഈ സത്യവചനപ്രകാരം ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇസ്രയേലിൻ്റെ കലണ്ടർ ദൈവമാണ് കൊടുത്തത്. ദൈവം പറഞ്ഞ പ്രകാരമാണ് അവരെ കലണ്ടറുകൾ. ഞാനിപ്പോൾ അതിലേക്കൊക്കെ പോയി എപ്പിസോഡ് ഒത്തിരി നീണ്ടുപോകും. ഈ ഹേരോദാവിൻ്റെ ഭരണകാലത്തായിരുന്നു യേശുവിൻ്റെ ജനനം. ഹേരോദാവ് BC
47 ടു BC 4 വരെയായിരുന്നു ഹേരോദാവിൻ്റെ ഭരണകാലം. അപ്പോൾ ഹേരോദാവിൻ്റെ ഭരണകാലത്ത് ആ വിദ്വാൻമാരോട് സമയം ചോദിച്ചറിയുന്നൊക്കെ BC 4 കഴിഞ്ഞപ്പോൾ ഹേരോദാവ് ഭരണം വിട്ടുപോവുകയാണ്. അതുകൊണ്ട് BC 4 യേശു ജനിച്ചത് എന്നുള്ളത് പലരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡയോനിഷ്യസ് എക്സിഗസ് എന്ന് പറയുന്ന ക്രിസ്തീയ സന്യാസിയാണ് ക്രിസ്തു വർഷം കണക്കാക്കുന്നത്. യേശു ജനിച്ചത് 4 വർഷം കഴിഞ്ഞാണ് AD 1 ഇവർ കണക്കാക്കിയത്. യേശുവിൻ്റെ ജനനം കഴിഞ്ഞ് 4 വർഷം, കാരണം ഇത് 6-ാം നൂറ്റാണ്ടിൽ എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ജനശേഷം 600 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ കലണ്ടർ ഉണ്ടാക്കുന്നത്. അതിനു മുൻപ് യഹൂദ കലണ്ടറേ ഉള്ളൂ. പിന്നെ 1952 പോപ്പ് ഗീഗറി 13-ാമൻ ഈ കണക്ക് പരിഷ്കരിച്ചു. ആദ്യം 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നാണ് 12 മാസത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഗീഗോറിയൻ കലണ്ടർ ഉണ്ടാകുന്നത്. അതിൻ പ്രകാരം BC 3 യേശുവിൻ്റെ ജനനം വരുന്നത്. ഗീഗോറിയൻ കലണ്ടർ വന്നു കഴിഞ്ഞപ്പോഴാണ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഇതെല്ലാം ഓരോ ദേവീദേവന്മാരുടെ പേരുകളാണ്. മാസങ്ങളുടെ പേര് പഠിക്കുമ്പോഴും നമുക്കറിയാം, ജനുവരി യാനസ് ദേവൻ്റെ മാസം, ഫെബ്രുവരി ഫീബ ദേവിയുടെ മാസം, മാർച്ച് മാർസ് ദേവസിൻ്റെ മാസം, ഏപ്രിൽ ഏപ്രിലിയാറ്റീസ് ദേവിയുടെ മാസം, മെയ് മെയ്യാദേവിയുടെ മാസം, ജൂണോദേവൻ്റെ മാസം, ജൂലൈ ജൂലിയാ സീസറിനെ ദൈവമെന്ന് വിളിച്ചു വന്ന മാസമാണ്, ആചരിച്ചിരുന്ന മാസമാണ് ജൂലൈ. ഓഗസ്റ്റ് ഓഗസ്തോസ് കൈസറുടെ മാസം. ഇങ്ങനെയെല്ലാം ഓരോ ദേവന്മാരുടെ പേരിലാണ് മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഇംഗ്ലീഷ് കലണ്ടറിൽ പേര് വന്നത്, അല്ലെങ്കിൽ ഗീഗോറിയൻ കലണ്ടറിൽ പേര് വന്നത്. അവരങ്ങനെ ആ പേരിട്ടത്. അത് അവർ ചെയ്ത കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമല്ല. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് പെന്തക്കോസ്ത് നാളിൽ ഇവിടെ പരിശുദ്ധാത്മാവ് വന്നത്. അല്ലാതെ യോമിൽ സെബത്തിൽ നിന്നും ആരാധന മാറ്റി പഴയ നിയമത്തിലെ പല കർമാചാരങ്ങളും അങ്ങനെ പൊരുളിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അർത്ഥം മാറി, അതിൻ്റെ പ്രവർത്തന രീതി മാറി. അതുപോലെ ആരാധനയും ദൈവം പെന്തക്കോസ്ത് നാളിൽ അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിലേക്ക് ആക്കി തന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു വിശുദ്ധിയിലും വേർപാടിലും നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്ത് മുൻപോട്ട് പോകുന്ന നല്ലതെന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ.